എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബണ്ടൻസിലേക്ക് സ്വാഗതം. റേക്കി വീഡിയോ സീരീസിൽ സ്വാധിഷ്ഠാന ചക്ര എങ്ങനെ റേക്കി ഉപയോഗിച്ച് ഹീൽ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഹീലിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് സ്വാധിഷ്ഠാന ചക്രയെ ചെറുതായി ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ചക്രകളിൽ രണ്ടാമത്തേതാണ് സ്വാധിഷ്ഠാന ചക്ര. ഇതിൻ്റെ ഗ്ലാൻഡുകൾ ഓവറീസും ടെസ്റ്റിക്കിൾസുമാണ്. കിഡ്നി, അണ്ഡാശയം, ടെസ്റ്റിക്കിൾസ്, അപ്പൻഡിക്സ്, ബ്ലാഡർ, മൂത്രാശയം, ദഹനരസങ്ങൾ, പോസ്ട്രേറ്റ് ഗ്രന്ഥി, വൻകുടൽ, ചെറുകുടൽ എന്നിവയുടെ താഴത്തെ ഭാഗം എന്നിവയാണ് സ്വാധിഷ്ഠാന ചക്രം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ പ്രധാന ആന്തരിക അവയവങ്ങൾ. ഈ അവയവങ്ങൾക്കൊക്കെ അസുഖമുണ്ടാകുമ്പോൾ നമ്മൾ സ്വാധിഷ്ഠാന ചക്രയ്ക്കാണ് റേക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ സ്വാധിഷ്ഠാന ചക്ര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, അല്ലേ? ഇത് നമ്മുടെ നാഭിയിൽ നിന്ന് 2 ഇഞ്ച് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സുഷുപ്ന നാഡിയുടെ മുകളിലുള്ള എനർജി ബോഡീസ് ആണ് ചക്രാസ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല. മൂലാധാര ചക്ര നമ്മുടെ ബേസിക് നീഡ്സ് എംഫസിസ് ചെയ്യുമ്പോൾ സ്വാധിഷ്ഠാനം എംഫസിസ് ചെയ്യുന്നത് പ്ലഷേഴ്സ് ആണ്. സ്വാധിഷ്ഠാനം ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ ജീവിതത്തിലെ പ്ലഷേഴ്സൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല സ്വാദുള്ള ഭക്ഷണത്തിന് രുചി തോന്നണമെങ്കിൽ സ്വാധിഷ്ഠാന ചക്രം ബാലൻസ്ഡ് ആയിരിക്കണം. സെക്സ് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ, മനോഹരമായ കാര്യങ്ങളൊക്കെ മനോഹരമാണെന്ന് തോന്നണമെങ്കിൽ ഈ ചക്ര ബാലൻസ്ഡ് ആയിരിക്കണം. ഇമോഷൻസും ക്രിയേറ്റിവിറ്റിയും നന്നായി എക്സ്പ്രസ് ചെയ്യാനും ഹെൽത്തി സെക്ഷൽ ലൈഫിനും ഒക്കെ ബാലൻസ്ഡ് ആയ സ്വാധിഷ്ഠാനം അത്യാവശ്യമാണ്. സ്വാധിഷ്ഠാനം ബ്ലോക്ക്ഡ് ആണെങ്കിൽ വിവാഹ ജീവിതത്തിലെ സെക്സ് പോലും ഷെയിംഫുൾ ആണ് എന്ന് വ്യക്തിക്ക് തോന്നും. മറ്റൊരു പ്രധാനപ്പെട്ട മെൻ്റൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലം ഗിൽറ്റാണ്. അധികമായി റിയാക്ട് ചെയ്യുകയും കുറച്ചു കഴിഞ്ഞാൽ അതോർത്ത് കുറ്റബോധം തോന്നുകയും വളരെയധികം നിരാശപ്പെടുകയും ചെയ്യുന്ന പ്രവണതയാണ് കാണുന്നത്. നമ്മുടെ എത്തിക്സും ബന്ധങ്ങളിൽ എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നു എന്നതൊക്കെ ബാലൻസ്ഡ് ആയ സ്വാധിഷ്ഠാന ചക്രയെ ആശ്രയിച്ചിരിക്കും. ഓറഞ്ച് നിറമാണ് സ്വാധിഷ്ഠാന ചക്രയ്ക്ക്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിനെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. 6 ഇതളുകളുള്ള താമരയായാണ് സ്വാധിഷ്ഠാന ചക്രയെ സങ്കല്പം ചെയ്തിട്ടുള്ളത്. വം ആണ് ബീജമന്ത്രം. സ്വാധിഷ്ഠാന ചക്ര ബാലൻസ് ചെയ്യാൻ ധാരാളം വഴികളുണ്ട്. ഓറഞ്ച് നിറമുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. യോഗ, ക്രിസ്റ്റൽ തെറാപ്പി കൂടാതെ റേക്കി ഹീലിംഗും വളരെ പ്രയോജനകരമാണ്. ഹീലിംഗിനായി നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റേക്കി പ്രാക്ടീഷണറെ സമീപിക്കാം. റേക്കി ഹീലിംഗിനും ക്ലാസ്സുകൾക്കുമായി നിങ്ങൾക്ക് എന്നെയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നന്ദി.